അത് വളരെ നിഗൂഢതയുള്ള കാര്യമല്ലേ? ഒരു കേരളത്തിൽ ഒരു മുഖ്യമന്ത്രി താന് 20 ദിവസത്തേക്കാണ് പോയിരിക്കുന്നത്, 15 ദിവസം മുകളിൽ വരും. അയാള് ഭാര്യ, മകളുടെ ഭർത്താവ്, മകന്റെ അടുത്തോട്ടെന്നാ പറഞ്ഞു, മകന് കൊച്ചുമകൻ, ഇത്രയും പേരാണ് പോയിരിക്കുന്നത്. ഇത് ആരുടെ ചെലവിലാണ് പോയിരിക്കുന്നത് അറിയണ്ടായി? എന്ത് കാര്യത്തെ പോയെന്നറിയണ്ടേ? പ്രൈവറ്റ് സന്ദർശനം, വ്യക്തിപരമായ ആവശ്യമെന്ന് ഉന്നയിച്ച ആവശ്യം എന്ന് പറഞ്ഞ് കത്ത് കൊടുത്തുകൊണ്ടാണ് കേന്ദ്രം അനുവദിച്ചത്. അല്ലെങ്കിൽ അനുവദിക്കില്ല. കാണാൻ പോയതാ? വേറെ കാര്യത്തിൽ അറിഞ്ഞിരിക്കുക, കേരളം 4.5 ലക്ഷം ഇപ്പൊ 1 ലക്ഷം കൊണ്ടുവന്നു. ഇങ്ങനെ 5-5 ലക്ഷം കോടി രൂപ കടത്തിലായി കഴിഞ്ഞപ്പോ മനസ്സിലായില്ലേ? കടക്കണിയിലായിരിക്കുക. അതിനൊക്കെ കാട്ടുകൂട്ടിയിരിക്കുന്നത്. 8,000 കോടി രൂപ മൂട്ടിച്ച് വെച്ചിരിക്കുന്നത്. ഈ കാശ് വഴി കേരളത്തിൽ വരണം കൊള്ളുവോ? പല മന്ത്രിമാരും മുഖ്യമന്ത്രിമാർക്ക് ജയിലിൽ കിടക്കല്ലേ? അതുകൊണ്ട് അതൊരു കഴിയല്ല. തൊണ്ടികൾ ഓടി രക്ഷപ്പെട്ട ഭാഗമാണ്. സൗദിയിലും 7-8 രാജ്യങ്ങളിൽ പോകുന്നുണ്ടെന്നാ കേട്ടെ. 8-9 രാജ്യത്തേൽ പോകുന്നുണ്ട് എന്നാണ് ഇപ്പൊ അറിയുന്നത്. അപ്പൊ ഈ രാജ്യങ്ങളിലൊക്കെ കൊണ്ടുപോയി ഈ സ്വിസ് ബാങ്കിലിട്ട് കാശിടാൻ പറ്റില്ല. പിന്നെ സ്വിസ് ബാങ്കുകാര് ഇന്ന ആൾക്ക് അക്കൗണ്ട് ഉണ്ടെന്ന് പറയും. അത് പറഞ്ഞപ്പോഴൊക്കെ ഇവിടുത്തെ CPM തീരുകളെ അതുകൊണ്ട് അയാൾ അവിടെ നിന്ന് എല്ലാ അക്കൗണ്ട് മാറ്റി ഇപ്പൊ ദുബായിലൊക്കെയുള്ള വലിയ വൻകിട ബിസിനസ്സുകാരുടെ കമ്പനി കൂടിയിരിക്കുകയാണ്. കോടാനുകോടി രൂപയുടെ സ്വത്തിന്റെ ഉടമയായി പിണറായി വിജയൻ മാറി. പിണറായി കുടുംബം, പിണറായി ഫാമിലി അത് വലിയ സംഭവമായി മാറിയിരിക്കുക. അപ്പൊ എനിക്കൊരു സംശയം ഇപ്പോൾ എന്താന്ന് വെച്ചാൽ, ഇപ്പൊ ഒരു SFI അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ കേസിൽ പിണറായിയും മകളും അറസ്റ്റിലാവുന്നുള്ള സംശയമൊന്നുമില്ല. അങ്ങനെ അറസ്റ്റിലാകുന്ന സാഹചര്യം ഇപ്പോഴേ നാട് വിട്ടേക്കാന്ന് വെച്ച് പോയതാണോ, ഇനിയാണെങ്കിൽ വരുന്നില്ല എന്ന് തീരുമാനിച്ചാണോ എന്ന് എനിക്ക് സംശയമുണ്ട്. കാരണം എന്താന്ന് വെച്ചാൽ, ഒരു മുഖ്യമന്ത്രി പോവാണെങ്കിൽ പറഞ്ഞിട്ടല്ലേ പോകും, അല്ലെ ജനങ്ങളോട് പറയും, അല്ലെങ്കിൽ ഓഫീസിൽ നിന്ന് ഒരു റിലീസ് കൊടുക്കും. ഇത് യാതൊന്നുമില്ല. സ്വന്തം കൂട്ടത്തിലുള്ള മന്ത്രിമാരെ അറിഞ്ഞിട്ടില്ല അവിടെ പോയി, അവര് അന്തിച്ച് നടക്കും, എവിടെ പോയെന്ന് അറിയത്തില്ല. അതുകൊണ്ട് യാതൊരു സംശയമില്ല, ഇത് വലിയ നിഗൂഢതയുള്ള പ്രശ്നമാണ്. ഇത് വളരെ വിശദമായി അന്വേഷിക്കേണ്ട പ്രശ്നമാണ്. കേന്ദ്ര ഗവൺമെന്റ് അന്വേഷണം നടത്തണം എന്നാണ് എന്റെ അഭിപ്രായം. ഇതിനകത്ത് ഇപ്പൊ ഇന്ത്യയിൽ പൊതു തെരഞ്ഞെടുപ്പ് നടന്നുകൊണ്ടിരിക്കുന്ന അവസരമാണ്. ഇന്ത്യ മുന്നണിയുടെ ഒരു ഭാഗമാണ് പിണറായി വിജയനും. അപ്പോൾ മറ്റു സംസ്ഥാനങ്ങളിൽ പോയി പ്രചാരണത്തിൽ ഏർപ്പെടേണ്ട ഒരാളാണ്. അല്ല, അത് വലിയ കാര്യം. പിണറായി വിജയൻ ഇവിടെ മാത്രമേ കമ്മ്യൂണിസ്റ്റ് പാർട്ടിന്ന് ഇന്ത്യയിൽ ഒരു സംസ്ഥാനത്ത് ആവശ്യമില്ല. ഓരോരുത്തർ ചോദിച്ചിട്ടുണ്ട്. അവർ തമിഴ്നാട്ടിൽ 2 സീറ്റ് മറ്റേ കോൺഗ്രസ് കൊടുത്തിട്ടുണ്ട്, അത് നിൽക്കുന്നുണ്ട്. നമ്മുടെ കോൺഗ്രസ് മാത്രമല്ല, നമ്മൾ സ്റ്റാലിൻ കൂടെ കണ്ടൊക്കെ കൊടുത്ത് വെച്ചിരിക്കുക. അപ്പൊ അതൊന്നും കാര്യമില്ലെന്ന്. ഇത്തവണ ഈ ചിഹ്നം പോവും. ചിഹ്നം കുറച്ചക്കറും കുന്തോ കുറച്ചക്കറുമായിരിക്കും, ഒരു സംശയം വേണ്ട. സ്വന്തം അരിവളക്ക് പോയി. അപ്പൊ ഓൾ ഇന്ത്യ പാർട്ടി എന്നുള്ള അംഗീകാരം പോയെന്നുള്ള ഉറപ്പാണല്ലോ. പിന്നെ ഇനി ഇവിടെ കേരളത്തിൽ കിട്ടുമെന്നുള്ളതാണ്. കേരളത്തിൽ ഇത്ര MLA-മാരുള്ളതുകൊണ്ട് കിട്ടിയേക്കാം. പക്ഷെ എത്ര ആളത്? പക്ഷെ അരിവാൾ ചുറ്റും നക്ഷത്രത്തിന് വേറെ ആരെങ്കിലും ചോദിച്ച് കൊടുക്കേണ്ടി വരും കേരളത്തിന് പുറത്തെല്ലാ സ്റ്റേറ്റിലും. അപ്പൊ സ്വാഭാവികമായിട്ട് അറിയിപ്പിച്ചു പോകാനാണ് സാധ്യത. അപ്പൊ ഇതൊക്കെ പിണറായിക്ക് അറിയാം. പിണറായി വലിയ അപകടത്തിലാണെന്ന് പിണറായി മനസ്സിലാക്കിയിട്ടുണ്ട്. അതുകൊണ്ട് ഈ മറ്റ് സംസ്ഥാനങ്ങളിലെ പ്രചരണം പിണറായിയായിട്ട് ബന്ധപ്പെടിക്കാൻ പോകണ്ട എന്നാണ് എന്റെ അഭിപ്രായം. ഇതിനകത്ത് ഈ മരുമകനും ഉണ്ട് ഈ യാത്രാ സംഘത്തിനകത്ത്. അപ്പൊ അതുകൊണ്ടാണ് അവരുടെ പോപ്പുണ്ട്. അവൻ മുസ്ലിം ഭീകരവാദി ആളല്ലേ? എന്താ ഈ പറയുന്നത്? അവൻ തന്നെ പിണറായി കൊണ്ട് മുസ്ലിം തീവ്രവാദത്തെ കൊണ്ട് എത്തിച്ചു വെച്ചിരിക്കുന്നത്. അത് രസം എന്താ വെച്ചാൽ, നമ്മളൊക്കെ വലത്തോട്ട് മുണ്ടെടുക്കും, മുസ്ലിങ്ങളെല്ലാം ഇടത്തോട്ട് മുണ്ടെടുക്കും. പിണറായി കടുക്ക് വെച്ചാ കൊടുക്കുന്നത്. കണ്ടില്ല? നോക്കി ഞാൻ പറഞ്ഞത് ശരിയാണോ? കാരണം എപ്പോ വേണേ ഇടത്തോട്ട് പോവാ. മനസ്സിലായില്ലേ? അത് സംശയമൊന്നും വേണ്ട.